Hello friends, welcome back to Full Stack Solutions. Lead കോഡിലെ പ്രോബ്ലം നമ്പർ 27 റിമൂവ് എലമെന്റ് ആണ് ഇന്ന് നോക്കുന്നത്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. Given an integer array nums and an integer val, remove all occurrence of val in nums in place. അതായത് നമുക്കൊരു ഇൻറ്റിജർ അറേ തന്നിട്ടുണ്ട്, ഒരു വാല്യൂ തന്നിട്ടുണ്ട്. ആ വാല്യൂവിനെ ഈ അറേയിൽ നിന്ന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യേണ്ടത് നംസ് ഇൻ പ്ലേസ് ആണ്. ആ നമ്പേഴ്സിനെ ആ അറേയിൽ തന്നെയാണ് മോഡിഫൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ടത്. ദ ഓർഡർ ഓഫ് ദ എലമെന്റ്സ് മേ ബി ചേഞ്ച്ഡ്. അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യും. ദെൻ റിട്ടേൺ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ നംസ് വിച്ച് ആർ നോട്ട് ഈക്വൽ ടു വാൽ. അതായത് ഈ അറേയിലുള്ള മാച്ചിങ് അല്ലാത്ത നമ്പേഴ്സിന്റെ കൗണ്ട് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇവിടെ മാച്ചിങ് അല്ലാത്തത് 2 ആണ്. 2 ടൈംസ് ഉണ്ട്. സോ റിട്ടേൺ ചെയ്യേണ്ടത് 2 ആണ്. ഓക്കെ, ഇനി വരുന്നത് കൺസിഡർ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ നംസ് വിച്ച് ആർ നോട്ട് ഈക്വൽ ടു വാൽ ബി ഓക്കെ. അതായത് 2ന്റെ നമ്മൾ പറഞ്ഞ 2ന്റെ കൗണ്ട് എന്ന് പറയുന്നത് കെ ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ കെയുടെ കൗണ്ട് എത്രയാണ്? 2 ആണ്. ടു ഗെറ്റ് ദെൻ അതിനുശേഷം പറഞ്ഞേക്കുന്നത് ചേഞ്ച് ദ അറേ നംസ് സച്ച് ദാറ്റ് ദ ഫസ്റ്റ് കെ എലമെന്റ്സ് ഓഫ് നംസ് കണ്ടെയ്ൻ ദ എലമെന്റ്സ് വിച്ച് ആർ നോട്ട് ഈക്വൽ ടു വാൽ. അതായത് നമ്മളോട് ഈ അറേ ചേഞ്ച് ചെയ്തിട്ട് ആ ഈക്വൽ അല്ലാത്ത ആ എലമെന്റ്സ്, അതായത് ഈ 2 എന്ന് പറഞ്ഞ ഈ 2 എലമെന്റ്സിനെ പ്ലേസ് ചെയ്യണം ആദ്യത്തെ ഫസ്റ്റ് കെ എലമെന്റ്സിലോട്ട്, അതായത് ആദ്യത്തെ 2 എലമെന്റ്സിലോട്ട്. സോ ഇൻഡെക്സ് നമ്പർ 0യിലേക്കും ഇൻഡെക്സ് നമ്പർ 1ിലോട്ടും ഈ 2 എന്നുള്ള നമ്പർ 2 എലമെന്റ്സ് 2നെ പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. The remaining elements of nums are not important as well as the size of the nums. അതായത് റിമൈനിങ് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? അവസാനത്തെ 2ഉം 3 ആണ്. ആ എലമെന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്ന് പറഞ്ഞേക്കണത്. ഓക്കെ, പിന്നെ പറഞ്ഞേക്കണത് റിട്ടേൺ കെ എന്ന് പറഞ്ഞ കൗണ്ട്, 2ന്റെ കൗണ്ട് ആയിട്ടുള്ള കൗണ്ട് ആണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, സോ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പ്രോബ്ലം നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേണ്ട റിമൂവ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട്. സോ അറേ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നംസ് എന്നുള്ള പാരാമീറ്ററും ആ വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൽ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്ററും നമ്മൾ ഡിഫൈൻ ചെയ്തേണ്ട. ഇനി നമുക്ക് ആ കൗണ്ട് നമ്മൾ അത് പ്രോബ്ലത്തിൽ പറഞ്ഞേക്കണ കെ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണം. ലെറ്റ് കെ അസൈൻ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. Then for loop let I assign 0, I less than nums total length I increment. നമുക്കിനി കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? അറേയിലുള്ള ഓരോ എലമെന്റ്സും ഈ വാല്യൂ ആയിട്ട് മാച്ചിങ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഇഫ് നംസ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് ഈക്വൽ അല്ലാത്ത എലമെന്റ്സ് ആണ്. സോ നോട്ട് ഈക്വൽ ടു ആ വാല്യൂ, ഇവിടെ 3. അല്ലെങ്കിൽ അതിലോട്ട് നമ്മളെ പ്ലേസ് ചെയ്യണം. അതായത് നമ്മൾ പറഞ്ഞു 0യും 1 എന്ന് പറഞ്ഞു, 2 ആണ് കൗണ്ട് ആയിട്ട് വരുന്നത്. സോ കെയുടെ വാല്യൂ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തത് 0 ആയിട്ടാണ്. സോ 0th ഇൻഡെക്സ് നമ്പറിലോട്ട് ആ മാച്ചിങ് അല്ലാത്ത ആ നമ്പേഴ്സിനെ പ്ലേസ് ചെയ്യണം. സോ നംസ് കെയുടെ വാല്യൂ ഇപ്പം എത്രയാണ്? 0 ആണ്. സോ ഫസ്റ്റ് ഇൻഡെക്സ് നമ്പറിലോട്ട് ആ വാല്യൂനെ, മാച്ചിങ് അല്ലാത്ത ആ വാല്യൂനെ അസൈൻ ചെയ്യുന്നു. ദെൻ ഈ പ്രോബ്ലത്തിൽ ശരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എത്രയാണ്? കെയുടെ കൗണ്ട് ആണ്. സോ കെ ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, ആദ്യത്തെ ഇറ്ററേഷനിൽ മാച്ചിങ് അല്ലാതെ വരുമ്പോൾ 0 ആയിരിക്കും. ദെൻ 0 അതിനുശേഷം കെയുടെ വാല്യൂ കൗണ്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഈ ഫോർ ലൂപ്പിന് ശേഷം റിട്ടേൺ കെ കൊടുക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ 2 കിട്ടി. പിന്നെ ഒറിജിനൽ അറേ നമ്മൾ കൺസോൾ ചെയ്യുന്ന സമയത്ത്
എങ്ങനെയാണ് നമ്മുടെ ഇതെങ്ങനെയായിരുന്നു 3 2 2 3 എന്നായിരുന്നു നമ്മുടെ ഇൻറ്റീജർ അറേ വന്നത്. അതിൽ ആ 2 2ഉം മാച്ചിങ് അല്ലാത്ത ആ 2 നമ്പർ ആ 2 എന്നുള്ള നമ്പേഴ്സ് ആദ്യത്തെ 2 എലമെന്റ്സിലോട്ട് ഫസ്റ്റ് 2 എലമെന്റ്സിലോട്ട് ഇൻ പ്ലേസ് ആയി. ഓക്കെ, റിമൈനിങ് ആയിട്ടുള്ള 2ഉം 3 ആണ് അവിടെ ഒറിജിനൽ അറേയിൽ അവിടെ ബാക്കിയായിട്ട് ഉള്ളത്. അത് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്, പ്രോബ്ലത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ ടൈം കോംപ്ലക്സിറ്റി എങ്ങനെയായിരിക്കും? എല്ലാ എലമെന്റ്സ് ആയിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് ടൈം കോംപ്ലക്സിറ്റി വരുന്നത് ഓഫ് n ആയിരിക്കും. ബട്ട് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇൻ പ്ലേസ് അൽഗോരിതം ആയതുകൊണ്ട് അതിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി വരുന്നത് ഓഫ് 1 ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ലീഡ് കോഡ് പ്രോബ്ലം ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.